السلام عليكم ورحمة الله وبركاته. طلاب الأعزاء، نحن ندرس اليوم عن فن التقرير الصحفي. في الفصول السابقة وقد درسنا عن فن المقال الصحفي وأنواعه المختلفة من الافتتاحية وكذلك العمود الصحفي وكذلك اليومية الصحفية. أما نحن اليوم هنا نتمارس على فن جديد في المقال في الإعلام الصحفي أو في الإعلام، وذلك فن التقرير الصحفي. التقرير الصحفي لون علمي من ألوان الإعلام والإخبار. التقرير الصحفي لون علمي معنى نوع علمي a scientific type or scientific kind من ألوان الإعلام والإخبار. من ألوان الإعلام والإخبار من ألوان الإعلام من أنواع الإعلام a type of media والإخبار and news. يطلق عليه في اللغة الإنجليزية it is known as in English reportage. والتقرير الصحفي يقع ما بين الخبر والتحقيق الصحفي. هنا التقرير الصحفي مكان التقرير الصحفي يقع ما بين الخبر، هناك خبر وهناك التحقيق الصحفي معنى البحث الصحفي أي journalistic research articles. التحقيق الصحفي journalistic investigation എന്ന് പറയാം. التحقيق الصحفي journalistic investigationന്റെയും ന്യൂസിന്റെയും ഇടയിലുള്ള പൊസിഷനാണ് തഖ്രീർ സുഹഫിക്കുള്ളത്. അതായത് യതമയ്യസു التقرير الصحفي بالحركة والحيوية في مجموعة المعارف. يتميز بالحركة والحيوية. يتميز هذا الفن بالحركة അതിന്റെ എന്താ പറയുക ചലനം അല്ലെ, ബിൽ ഹറക്കത്തി മൂവ്മെന്റ് വൽ ഹൈവിയ അതിന്റെ സജീവത എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈവിയത്ത് നഷാദ് ആക്ടിവിറ്റി അതിന്റെ സജീവതയില് വൽ ഹൈവിയ അതിന്റെ ആക്റ്റീവ്നെസ്സില് ഫി മജ്മുഅത്തിൽ മആറുഫ് in a group of knowledge wal ma'lumat and informations allati yatadammanuha which includes in the journalistic report. فالتقرير الصحفي يقع ما بين الخبر والتحقيق الصحفي. അപ്പോൾ ഖബർ അല്ല ന്യൂസ് വിടുകയും എന്നാൽ അന്വേഷണാത്മകമായ പത്രത്തിലെ അന്വേഷണാത്മകമായ റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. അതെന്തായിരിക്കും, സീരിയലായിട്ട് അല്ലെ 4-5 പാർട്ടുകളായിട്ടായിരിക്കും പത്രങ്ങളിൽ വരുന്നത്. ഒരു പ്രത്യേക ഇഷ്യൂവിനെ കുറിച്ച് അന്വേഷണ പരമ്പര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പത്രങ്ങളിൽ. അപ്പോൾ അത് ന്യൂസുമല്ല, എന്നാൽ അന്വേഷണ പരമ്പരയിൽ വരുന്ന റിപ്പോർട്ടുകളുമല്ല. പകരം ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു പ്രത്യേക ഇഷ്യൂവിനെ കുറിച്ച് പത്രക്കാരായിട്ട് ഉണ്ടാക്കുന്നത് ന്യൂസ് അല്ല. ന്യൂസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിച്ചത് അത് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്നാൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്, ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അതല്ല, അവിടെ സംഭവിച്ചതിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടായിരിക്കും ഉണ്ടാവുക. അത് പത്രക്കാരന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് എഴുതും. അപ്പോൾ വയത്തമയ്യസു ഹാദ തഖ്രീർ ബിൽ ഹറക്ക, ന്യൂസ് എന്ന് പറയുമ്പോൾ അവിടെ സംഭവിച്ചത് അതുപോലെ എഴുതണം. എന്നാൽ റിപ്പോർട്ട് ആവുമ്പോൾ അതിനൊരു സജീവത ഉണ്ടാവും, അതിന്റെ ഒരു മൂവ്മെന്റ് അല്ലെ, അതിന്റെ ഒരു ഹൈവിയത്തും സജീവതയൊക്കെ ഉണ്ടാവും. ഈ മജ്മുഅത്തിൽ മആരിഫി വൽ മഅലൂമാത്തി വിജ്ഞാനങ്ങളും വിവരങ്ങളും നൽകുന്നതിൽ അല്ലത്തി യതളമ്മനു. അപ്പൊ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, റിപ്പോർട്ട് എന്ന് പറയുന്നത് ആ ന്യൂസിൽ മാത്രം ഒതുങ്ങൂല, ന്യൂസിന്റെ മറ്റു വശങ്ങളിലേക്കൊക്കെ അത് ചലിക്കും. അപ്പോൾ എല്ലാ തരത്തിലും ന്യൂസുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതായിരിക്കും തഖ്രീർ സുഹഫി. യക്തുബു മുഹരിറു തഖ്രീർ സുഹഫി, ഇത് റിപ്പോർട്ട് ഉണ്ടാവും, റിപ്പോർട്ടിന്റെ എഡിറ്റർ ഉണ്ടാവും, ജേർണലിസ്റ്റിക് റിപ്പോർട്ടിന്റെ എഡിറ്റേഴ്സ് ആണ് അത് എഴുതുക. യക്തുബു അമ്മ യസ്മഉ അയാൾ കേൾക്കുന്നതിനെ കുറിച്ചല്ലേ, വാട്ട് ഹി ഹേർഡ്, അയാൾ എന്താണോ കേട്ടത് അതിനെ കുറിച്ച് എഴുതും. وعما يلمسه بنفسه معنى وعما يخطره بباله what he feel in his mind. തന്റെ ചിന്തയിൽ എന്തൊക്കെയാണോ വരുന്നത്, അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്റെ ചിന്തയിൽ വരുന്നത്. അപ്പൊ കാണുന്നതും കേൾക്കുന്നതും താൻ ചിന്തിക്കുന്നതും അദ്ദേഹം എഴുതും. എവിടെ വെച്ച്? ഫി മൗഖഇ മുശാഹദതിഹി ലിൽ മൗദൂഇ അല്ലദി യക്തുബു അൻഹു, ഏതൊരു ടോപ്പിക്കിനെ കുറിച്ചാണോ അദ്ദേഹം എഴുതുന്നത് അതിന്റെ സൈറ്റിൽ വെച്ചിട്ട്.
وعما يكتب محرر التقرير الصحفي عما يسمع وعما يرى وعما يلمسه بنفسه في موقع مشاهدته. في موقع مشاهدته പറഞ്ഞാൽ in the site of incidents എന്ന് പറയാം. في موقع مشاهدته للموضوع الذي يكتب عنه. ഏതൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് അദ്ദേഹം റിപ്പോർട്ട് തയ്യാറാക്കുന്നത്, ആ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് അദ്ദേഹം എന്തൊക്കെ കേൾക്കുന്നു, തന്റെ മനസ്സിൽ അവിടുന്ന് എന്തൊക്കെ ചിന്തകൾ വരുന്നു, ആ കാര്യങ്ങളൊക്കെ എഴുതും. وهو يكتب دائما عن حدث خارجي في مكان وقوعه ومشاهدته. وهو يكتب دائما he continue to write. അദ്ദേഹം സ്ഥിരമായി എഴുതാറുണ്ട്. وهو يكتب دائما عن حدث خارجي. അതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ ഇൻസിഡൻസും അദ്ദേഹം എഴുതും അല്ലെ. ഒരു ഇൻസിഡൻസ് നടന്നാൽ അത് ഇൻസിഡൻസ് മാത്രമല്ലാതെ അതിന്റെ അപ്പുറത്തുള്ള ഇൻസിഡൻസുകളെ കുറിച്ചും എഴുതും. ഈ മക്കാനി വ മുഷാഹത്തി, താൻ കാണുകയും താൻ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ആ സൈറ്റിൽ ഇല്ലാത്ത സംഭവങ്ങളും അദ്ദേഹം എന്താവും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹം എഴുതും. അപ്പൊ ഇതൊക്കെയാണ് അൽ തഖ്രീർ അസ്സുഹഫി എന്ന് പറയുന്നത്. التقرير الصحفي معناه التقرير الصحفي لون علمي من ألوان الإعلام والإخبار ويطلق عليه في اللغة الإنجليزية reporters. والتقرير الصحفي يقع ما بين الخبر والتحقيق الصحفي، أي مكان التقرير الصحفي يقع ما بين الخبر والتحقيق الصحفي. أما يتميز التقرير الصحفي بالحركة والحيوية في مجموعة المعارف والمعلومات التي يتضمنها. يكتب محرر تقرير الصحفي عما يسمع وعما يلمسه بنفسه في موقع مشاهدته للموضوع الذي يكتب عنه. وهو يكتب دائما عن حدث خارجي في مكان وقوعه ومشاهدته. فهذا هو المعلومات الأساسية عن فن التقرير الصحفي. لكم فرصة واسعة للاطلاع على تقريرات الصحفية وموضوعاتها كثيرة. وهناك عدة أنواع للتقرير الصحفي. وهناك عدة أنواع. There are more types of journalistic reporters. ومنها among them التقرير الإخباري news reporters. التقرير الإخباري معناه news reporters. يهتم التقرير الإخباري بعرض وشرح وتفسير بعض الزوايا أو جوانب للأحداث والوقائع اليومية الجارية. يهتم التقرير الصحفي التقرير الإخباري news report will consider بعرض to show or to view وشرح to explain وتفسير to explain أيضا بعض الزوايا some corners or some dimensions أو جوانب some dimensions some parts للأحداث of incidents والوقائع أيضا incidents اليومية الجارية اليومية الجارية occurring incidents daily incidents. അപ്പൊ എന്താണ് പത്രത്തിലെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ന്യൂസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ദൈനംദിനം ലോകത്ത് സംഭവിക്കുന്ന സംഭവങ്ങളുടെ വ്യത്യസ്ത കോർണറുകളും വ്യത്യസ്ത സംഭവങ്ങളും അതിനെ വിശദീകരിക്കുകയും അതിനെ പ്രസന്റ് ചെയ്യുക. പ്രസന്റ് ചെയ്യുക. ഷറഹ് എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ചും കൂടെ ഡിസ്ക്രൈബ് ചെയ്യുക അല്ലെ. തഫ്സീർ എന്ന് പറഞ്ഞാൽ തെവീൽ പറഞ്ഞാൽ എന്താ, അതിന് കുറച്ചും കൂടെ ഡെഫിനിഷനും അതുപോലെ അതിന്റെ മറ്റു വിശദീകരണങ്ങളൊക്കെ കൊടുക്കണം. തഫ്സീർ കൊടുക്കുക അല്ലെ. എന്താ തഫ്സീർ പറഞ്ഞ ഖുർആൻ തഫ്സീർ എന്ന് കേട്ടില്ലേ, അതിന്റെ ഖുർആൻ വ്യാഖ്യാനങ്ങൾ നൽകാം. അപ്പൊ അതിന് കൂടുതൽ ഡെഫിനിഷൻസും അതുപോലെ അതിന്റെ വിശദീകരണങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ഇതിന്റെ തഖ്ബീർ അൽ അഖ്ബാറിന്റെ. അപ്പൊ എന്താ ന്യൂസും ഇതും തമ്മിൽ എന്താ വിഷയം? ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത് അതുപോലെ എഴുതണം. എന്നാൽ ന്യൂസ് റിപ്പോർട്ട് അറിയുമ്പോൾ ആ ന്യൂസ് സംഭവിച്ചത് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ജവാനിബ ഉഖ്റ ലിൽ അഹ്ദാസ് വൽ വഖായ അൽ യൗമിയ അൽ ജാരിയ. فلا بد أن يكون التقرير الأخباري موضوعيا ويقدم المعلومات والمعارف الجديدة عن الأحداث. فلا بد أن يكون التقرير الأخباري. അതുകൊണ്ട് തന്നെ it is compulsory, it should be objective. The news reporters should be objective. മൗദൂഇയൻ മാന objective. എന്താ objective പറഞ്ഞാൽ നിഷ്പക്ഷമായിരിക്കണം. റിപ്പോർട്ട് നിഷ്പക്ഷമായിരിക്കണം. فلا بد أن يكون التقرير الأخباري موضوعيا. It should be objective. ويقدم المعلومات والمعارف الجديدة. It should be present new informations and knowledges عن الأحداث on incidents or on incidents. എന്താ പറഞ്ഞത്, ഈ ന്യൂസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാല് ഒരു ന്യൂസിനെ അതിന്റെ ദൈനംദിനം സംഭവിക്കുന്ന വിഷയങ്ങളെ
അത് അതുപോലെ അതിനെ പ്രസന്റ് ചെയ്യുകയും അതിനെ വിശദീകരിക്കുകയും അതിന്റെ മറ്റു ഡയമെൻഷൻസുകളെ വിശദീകരിക്കുകയും ചെയ്യുക. എന്നാൽ ആ വിശദീകരണങ്ങളൊക്കെ ഒബ്ജക്റ്റീവ് ആയിരിക്കണം. തന്നല്ല, പുതിയ വിവരങ്ങൾ, അതിനെക്കുറിച്ചുള്ള പുതിയ നോളജും വിവരങ്ങളും സബ്മിറ്റ് ചെയ്യുകയും വേണമെന്നർത്ഥം. തക്രീറുൽ ഹയ്യ്, ലൈവ് റിപ്പോർട്ടിംഗ്. തക്രീറുൽ ഹയ്യ്, ലൈവ് റിപ്പോർട്ടിംഗ് നമുക്കൊക്കെ അറിയുന്നതാണ്. തക്രീറുൽ ഹയ്യ്, തക്രീറുൽ ഹയ്യ് യുറക്കിസു തക്രീർ അൽ ഹയ്യ് അല തസ്വീർ അൽ ഹയ്യ് للوقائع والأحداث. يركز تقرير الحي. Live report will focus على التصوير الحي على التصوير الحي live picturizing or live broadcasting على التصوير الحي للوقائع والأحداث incidents. أكثر ما يهتم بشرحها وتحليلها. أكثر مما يهتم بشرحها وتحليل. ന്യൂസ് റിപ്പോർട്ടിൽ എന്തായിരുന്നു? ഷറഹും തഹലീലും അപഗ്രഥനവും അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടാവും. ഇതിൽ അങ്ങനെയല്ല. അവിടെ നടക്കുന്ന ലൈവ് ആയിട്ട് സംഭവങ്ങൾ എന്താണ്? ഇപ്പൊ ഒരു സമ്മേളനം, അതിന്റെ ലൈവ് റിപ്പോർട്ടിംഗ് ഉണ്ടാവാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആക്സിഡന്റ് നടന്ന അവിടുന്ന് ലൈവ് റിപ്പോർട്ടിംഗ് ഉണ്ടാവും. അപ്പൊ അവിടെ നടന്നിട്ടുള്ള അതേ സംഭവങ്ങൾ അതുപോലെ തന്നെ അതിന് വേഗം അവര് ലൈവ് ആയിട്ട് റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് തക്രീറുൽ ഹയ്യിന്റെ പ്രത്യേകത. വമിൻ വലായിഫി തക്രീറുൽ ഹയ്യ് is duty of live reporting wasful hadath to describe the incidents wal ളുറൂഫ് അൽ മുഹീത്തത്തു ബിഹി. അത് സംഭവിക്കാനുണ്ടായ അപ്പോഴുള്ള ളുറൂഫുകൾ, അവിടുത്തെ അതിന് സർക്കംസ്റ്റാൻസസ്, വൽ ളുറൂഫ് അൽ മുഹീത്തത്തു ബിഹി, സറൗണ്ടിങ്സ് ടു ഇറ്റ്, സറൗണ്ടിങ്സ് ടു ദിസ് ഇൻസിഡൻസ്. വഅറൽ to show, to present. وتسوير الحدث, تسوير to picturize, الحدث تسوير الحدث. تسوير الحدث معنى to picturize the incidents حتى يعيش القارئ في الحدث. ആ സംഭവത്തിൽ ഇങ്ങനെ വായനക്കാരൻ to live the reader in these incidents. അതായത് ആ സംഭവ സ്ഥലത്ത് ഇയാളുള്ളത് പോലെ, വായനക്കാരൻ സംഭവ സ്ഥലത്തുള്ളത് പോലെ തോന്നുന്ന രീതിയിൽ എന്ത് ചെയ്യാം? ഇത് പ്രസന്റ് ചെയ്യാം എന്നർത്ഥം. وعرض وتصوير الحدث حتى يعيش القارئ في الحدث وتسجيل التجارب الذاتية. അതുപോലെ തന്നെ അവിടെയുള്ള പിന്നെ പേഴ്സണൽ എക്സ്പീരിയൻസസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യുക, അതിനെ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ യുറക്കിസു തഖ്രീറുൽ ഹയ്യ് അല തസ്വീരിൽ ഹയ്യ് ലിൽ വഖാഇ വൽ അഹ്ദാസ് അക്സറ മിമ്മാ യഹ്തമു ബിശറഹിഹാ വതഹ്ലീലിഹാ. ومن وظائف التقرير الحي وصف الحدث والظروف المحيطة به وعرض وتصوير الحدث حتى يعيش القارئ في الحدث وتسجيل التجارب الذاتية. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഡ്യൂട്ടി? സംഭവങ്ങൾ അതുപോലെ വിശദീകരിക്കുക, അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള മറ്റു സംഭവങ്ങൾ വിശദീകരിക്കുക, അതുപോലെയുള്ള അവിടെയുള്ള പിക്ചറുകളൊക്കെ എടുത്ത് പ്രസന്റ് ചെയ്യുക, അതിനെ സബ്മിറ്റ് ചെയ്യുക. അപ്പൊ അതിലൊക്കെ ആ ലൈവ് പിക്ചറിംഗിൽ കൊടുക്കുമ്പോൾ, ലൈവ് ബ്രോഡ്കാസ്റ്റിംഗിലൂടെ ആവുമ്പോൾ അവിടെയുള്ള വായനക്കാരൻ അതിന്റെ ശ്രോതാക്കൾക്ക് അത് സംഭവ സ്ഥലത്ത് നിൽക്കുന്നത് പോലെ തോന്നുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കുക. അതുപോലെ തസ്ജീൽ തജാറബ് ദാത്തിയ, ഈ റിപ്പോർട്ട് ചെയ്യുന്ന ആളുടെ പേഴ്സണൽ എക്സ്പീരിയൻസസുകൾ അവിടെ നിന്നുണ്ടെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യുക എന്നർത്ഥം. وثانيا تقرير وثالثا تقرير عرض الشخصيات. تقرير عرض الشخصيات to report personal reporting, personal presenting reports. നമ്മളൊരു പ്രത്യേക സംഭവങ്ങളുടെ ഉണ്ടെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഫോക്കസിങ് വ്യക്തിത്വങ്ങളുണ്ട്, അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുക. അൽ മുറാദ് ബി തഖ്രീർ അറള് ഷഖ്സിയാത്ത് വ അറളുൻ ലി ഷഖ്സിയത്തിൻ മിന ഷഖ്സിയാത്തിൽ മുർതബതത്ത് ബിൽ അഹ്ദാസ്. അൽ മുറാദ് ബി തഖ്രീർ അറള് ഷഖ്സിയാത്ത്, the concept of the personal reporting. Taqrir, personal reporting. Huwa aralun li shakhsiyya, to present a person min shakhsiyat, among the persons al murtabita, they were related to these incidents. ഇപ്പൊ സംഭവവുമായി ബന്ധമുള്ള സംഭവത്തിലെ പ്രധാന വ്യക്തിത്വങ്ങൾ ആരെങ്കിലും ഉണ്ട്? ഇപ്പൊ ഏതെങ്കിലും ഒരു ആക്സിഡന്റ് നടന്നു, അവിടെ ഒരു ആക്സിഡന്റ് നടന്നതിൽ രക്ഷപ്പെട്ടിട്ടുള്ള, അപ്പൊ നമുക്കറിയാം ധാരാളം ഈ പ്രളയങ്ങളിലൊക്കെ ഉണ്ടല്ലോ രക്ഷപ്പെട്ടുള്ള, 10 മണിക്കൂറൊക്കെ കഴിഞ്ഞ് രക്ഷപ്പെട്ട് പ്രധാനപ്പെട്ട വളരെ ശ്രദ്ധേയമായ വ്യക്തിത്വങ്ങളെ അവരോട് സംഭാഷണം നടത്തിയിട്ട് അവരെ നമ്മളിലേക്ക്, വായനക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അതാണ് പേഴ്സണൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പേഴ്സണുകളെ റിപ്പോർട്ട് ചെയ്യാൻ ആ രീതിയിലും ചെയ്യാൻ പറ്റും. അൽ മുറാദു ബി തഖ്രീരി അറള് ഷഖ്സിയാത്തി വ അറളുൻ ലി ഷഖ്സിയത്തിൻ മിന ഷഖ്സിയാത്ത് അൽ മുർതബിതത്തി ബിൽ അഹ്ദാസ് ويحلل تلك الشخصيات وتاريخها السياسي
وملامح شخصياتها وفكرها السياسي والاجتماعي. ഇപ്പൊ ചില വ്യക്തിത്വങ്ങള് ഇപ്പൊ ഒരു അവാർഡ് കിട്ടി അല്ലെ, അവാർഡ് കിട്ടിയാൽ അവരുമായി ഇന്റർവ്യൂ നടത്തിയിട്ട് അവരെ പ്രസന്റ് ചെയ്യുന്ന രീതികൾ ഉണ്ടാവും. അപ്പോ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്നുണ്ട്. അപ്പൊ യുഹല്ലിലു then he analyzed تلك الشخصيات these personalities وتاريخها السياسي political history of this personality وملامح شخصياتها peculiarities of this personality وفكرها السياسي والاجتماعي and social and political thoughts of this personality. അപ്പോൾ വ്യക്തിത്വങ്ങളെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ ചരിത്രപരമായ, രാഷ്ട്രീയപരമായ, വ്യക്തിപരമായ ചിന്തകള്, അവരുടെ പ്രത്യേകതകൾ ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യുക എന്നതും ഇതിന്റെ പ്രത്യേകതകളാണ്. തഖ്രീർ അർദ് ശഖ്സ്. അപ്പോൾ ഹുന സലാസ അൻവാ ലിതഖ്രീർ അത്തഖ്രീർ അൽ അഖ്ബാരി വതഖ്രീർ അൽ ഹയ്യ് വതഖ്രീർ അർദ് ശഖ്സിയാത്തി ഫഹാദിഹി ഹിയ അൻവാ തഖ്രീർ സുഹഫി. فهنا نختتم كلامي عن الفن التقرير الصحفي وبعدين نحن نمارس على فن تقرير الصحفي وإعداد التقريرات الصحفية على التوالي إن شاء الله. السلام عليكم ورحمة الله.